Please, ma'am, please don't touch me. This is not the place to show all these cheap sentiments. നമ്മുടെ ഡ്രൈവറാ. അറിയാം, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ശംഭു. എനിക്ക് ഓർമ്മയില്ല. വെൽ, സ്റ്റേറ്റ്സിൽ VIP റിസീവ് ചെയ്യുന്ന ഇങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം. Stretch your hands like this. Keep your head down. I'm sorry. Okay. നമ്മുടെ കാർ എവിടെ? പുറത്തുണ്ട്. എടുത്തണം. ഇതാ ഇത് തന്നെ. നോൺസെൻസ്. ഈ ചക്രവണ്ടി മാറ്റണമെന്ന് ഞാൻ എഴുതിയിരുന്നു. ക്ഷമിച്ചു മോനെ, പുതിയതൊരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കൾച്ചറലെസ് പീപ്പിൾ. ഓക്കെ, നമുക്ക് മുന്നിൽ കയറാം. മോൻ സുഖമായി ബാക്കിൽ ഇരുന്നോട്ടെ. ചെല്ലേ ഡ്രൈവർ. ഡോർ തുറന്നു തരാൻ ഞാൻ പറഞ്ഞു തരണം. ഞാൻ ഈ അമേരിക്കയിൽ പോയിട്ടില്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. വെയിറ്റ്. ആദ്യം കാറിലേക്ക് എന്നെ ആനയിക്കൂ. അല്ല, അത് ഞാൻ പറഞ്ഞു തന്നില്ലേ? സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് ലൈക്ക് ദിസ്. കീപ് യുവർ ഹെഡ് ഡൗൺ. അമേരിക്ക സ്റ്റൈലുള്ള അങ്കിൾ, ആന്റി, എല്ലാരും വരൂ. എന്നെ വിളിച്ചോ അങ്കിൾ? ഒന്നുകൂടെ വിളി. ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞെ വിശേഷിച്ച്? അങ്കിൾ, ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം, പറയാം. തങ്കം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനും എന്റെ ഡ്രൈവറും കൂടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു നാടൻ കളിക്കായിരുന്നു, വെറും ഒരു തമാശയ്ക്ക് വേണ്ടി, ഫോർ ഹൊറർ. പക്ഷേ എന്റെ ഡ്രൈവർ തമാശ മറന്ന് സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണിനെ കയം കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. വെൽ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന KT നായരുടെ മകൻ ഞാനാണ്. അത്രേ ഉള്ളൂ. നേരത്തെ അറിയാല്ലേ? എനിക്കറിയാം. ശോഭ എന്നോട് പറഞ്ഞു. പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെ നീട്ടിക്കൂടാ. പ്ലീസ് ഡോണ്ട് ലെങ്തൻ ഇറ്റ്. ഞാൻ തുറന്നു പറയാൻ ഐ എം ഫ്രാങ്ക്ലി സ്പീക്ക്. അവൾ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം. നാളെയോ? നാട്ടുകാരോടും വീട്ടുകാരോടും പറയണ്ടേ? ഒരുപക്ഷെ ഇതറിഞ്ഞാൽ വിവാഹം നടന്നില്ലെന്ന് വരും. എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. അയ്യോ, അത് കഷ്ടമല്ലേ? അതെ, കഷ്ടമാണ്. പക്ഷേ ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല. നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം. അത് സർദാർ കൃഷ്ണക്കുറുപ്പിന് നാണക്കേടാ. നേതാജി ക്ലബിലെ എല്ലാ മെമ്പേഴ്സും അറിയാതെ പറ്റില്ല. ആ കോമക്കുറുപ്പ് ഞെട്ടണം. എന്റെ മകൾ അമേരിക്കൻ പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമറിഞ്ഞ് അവൻ നീറി പുകയണം. പുകയ്ക്കാം. 3 days ടൈം. ഞാൻ 3 ദിവസം സമയം തരാം. 4-ാം ദിവസം രാവിലെ സൺറൈസിൽ മാരേജ് നടന്നിരിക്കണം. ആ ഡ്രൈവറെ ഇന്ന് എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റണം. മാറ്റും. നീ എന്നെ ഔട്ട് ഹൗസിലേക്ക് മാറ്റുമല്ലടാ? മാറ്റോടാ. നീ എന്നെ ആൾക്കാരെ വിട്ട് തല്ലിച്ചല്ലേ? തല്ലിച്ചോ? കളി അവിടം വരെ ആയോ? ആന്റി, പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻ കുണാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിത് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable from complicated America to America. Stop it. See, uncle, അമേരിക്കയിൽ പോയി എന്ന് അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല.
He doesn't know the basics of English grammar. അമേരിക്കൻ ഗ്രാമർ ഇല്ലടേ. You talk too much. I'll kick your face and get out. You talking nonsense in the house of my wife, mother and father. Uncle, send him out. Out house. Go away. Go away, stupid. In the house of my wife and daughter, you will not see any minute of the today. ഇറങ്ങി പോടാ. അവനെ പറഞ്ഞു വിടണ്ട. അവൻ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്. No sorry of the excuse, believe. Get out house. ആരാ? ഞാൻ ഗോവിന്ദപിള്ള. അകത്തേക്ക് വരണം. നമസ്കാരം. നമസ്കാരം. ഞാൻ ഗോവിന്ദപിള്ള. മനസ്സിലായില്ല. ഇവിടത്തെ ഒരു പുതിയ ബന്ധുവാണ്. ഇപ്പൊ ബന്ധു എന്ന് പറഞ്ഞാൽ വളച്ചു കെട്ടില്ലാതെ പറയാം. കേൾക്കുമ്പോൾ ക്ഷോഭിക്കരുത്. ഇല്ല. എന്റെ മകൾ നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതായത് എന്റെ മകനെ നിങ്ങളുടെ മകൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതെ. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? പിന്നെ ഞാനല്ല, അവർ തമ്മിൽ നിശ്ചയിച്ചതാ. മോതിരം മാറലും കഴിഞ്ഞു. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? അതെ. എന്നിട്ട് അവനോട് പോയി? ബോംബെക്ക് പോയി. എന്തിനാ? ബിസിനസ് ആവശ്യത്തിന്. അവനെ ഞാൻ ബോംബെ കഴിച്ചിട്ടുള്ളത് ബിസിനസ്സിനല്ല, പഠിക്കാനാണ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രശ്നം വേണ്ടതുപോലെ അങ്ങ് കൈകാര്യം ചെയ്യാം. അവൻ എന്റെ മകനാണെങ്കിൽ ഞാൻ പറയുന്ന പെണ്ണിനെ അവൻ കല്യാണം കഴിക്കൂ. അത്രേ ഉള്ളൂ. അപ്പോ ഈ കഴിഞ്ഞതൊക്കെ മോതിരം മാറിട്ടല്ലേ ഉള്ളൂ, താലി കെട്ടിട്ടില്ലല്ലോ. ആ മോതിരം അങ്ങോട്ടും കൂടി തന്നേക്കാം, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ഊരെറിഞ്ഞിട്ട് പോകാനേ എന്റെ മകൾ വഴി കിടന്നൊന്നുമല്ല. മഹിമ എന്ന് എഴുന്നള്ളിക്കണ്ട. തന്റെ അല്ലേ മോള്, തന്നെ കണ്ടറിയാം അവൾ എങ്ങനെ ഇരിക്കുമെന്ന്. എന്താ മീശ ഉണ്ടാവോ? രാമുണ്ണി മേനോൻ വലിയ ആളാണെങ്കിൽ കയ്യിലിരുന്നാ മതി. ഈ ഗോവിന്ദപ്പിള്ളയെ നിങ്ങൾക്കറിയില്ല. കൊല്ലും കൊലയും നടത്തിയ കുടുംബത്തിലായി ഞാൻ. എന്റെ അച്ഛന്റെ കത്തിയിൽ ചോറുണങ്ങിയ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ആ അച്ഛന്റെ മോനാ ഞാൻ. അപ്പൊ അച്ഛന് ഇറച്ചിപ്പെട്ടാണോ ജോലി? ആക്ഷേപിക്കുകയാണോ? ഉള്ളത് പറഞ്ഞാൽ എങ്ങനെ ആക്ഷേപാവുക? ഒന്ന് പേടിപ്പെടുത്താ പോണ സാർ. ഇവിടെ ചെറുക്കനെ ഇന്ന് തന്നെ ടെലഗ്രാം അടിച്ചു വരുത്തണം. അവൻ വരട്ടെ, അപ്പൊ കാണാം. ഇപ്പൊ ഞാൻ ഇറങ്ങുന്നു. ഊണ് കഴിച്ചിട്ട് പോവാം. ബന്ധുവല്ലേ? സത്യം പറ മോനെ, നീ കല്യാണം കഴിച്ചതാണോ? ഇതുകൊള്ള ബോംബെയിൽ കിടന്ന് എന്നെ വെറുതെ വിളിച്ചു വരുത്തി കല്യാണം കഴിച്ചോന്ന്. ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടോ ഇല്ല, കഴിക്കാവുന്ന വാക്ക് കൊടുത്തിട്ടോ ഇല്ല. നീ ഇടയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ ഒന്ന് താമസിച്ചോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊരു കഷ്ടതയമേത്. പിന്നെ മാങ്ങ ഗോവിന്ദപിള്ള. തേങ്ങ അയാളോട് ഒന്ന് ചാടിത്തുള്ളത് കേട്ടല്ലോ. നീ അയാളുടെ മോക്ക് മോതിരം മാറി നോക്കെ. അച്ഛൻ എന്നെക്കാൾ വിശ്വാസം മാങ്ങയിലും തേങ്ങയിലും ഒക്കെയാണ്. അല്ല, ഇങ്ങോട്ട് വിളിക്കും, ഞാൻ പറയാൻ. അത് ശരിയാ, വിളിക്ക്. നമസ്കാരം. നമസ്കാരം. മോനെ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഇതാണ് നിന്റെ അമ്മായിയപ്പൻ. ചോദിക്കാൻ. ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു. ഇല്ല. പിന്നെ കഴിക്കാവുന്ന വാക്ക് തന്നു. ഇല്ല. ഏയ്, സത്യം പറയണം. തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. താനല്ലോ കഴിഞ്ഞ ആഴ്ച ഇവിടെ വിളിച്ചു പോയത്. എന്റെ മോൻ തന്റെ മോളെ കല്യാണം കഴിക്കാൻ സംഭവിച്ചിട്ടുണ്ടെന്നോ മോതിരം കൈമാറിയെന്നോക്കെ. അതിനെ മേനോൻ സാറിന്റെ മോനാണോ? എന്താ വല്ല സംശയമുണ്ടോ? എന്നാലും എനിക്കും എന്റെ ഭാര്യയ്ക്കും യാതൊരു സംശയവും ഇല്ല, ഇത് ഞങ്ങളുടെ മോൻ തന്നെയാ. ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല, സാറിന്റെ മറ്റേ മോൻ. മറ്റേ മോനോ? അതേതാ ഈ മറ്റേ മോൻ? സാറിന്റെ മൂത്ത മോൻ. എനിക്ക് ഞാൻ അറിയാതൊരു മോനോ? അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്കറിയില്ല. അത് സാറിന്റെ മോൻ തന്നെയാ. ഇവിടെ താമസിച്ചിരുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ ഈശ്വരന്മാരെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഞാൻ അറിയാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു മോനോ? ഇയാള് വെറുതെ പറയുന്നതാ. വെറുതെ ഒന്നുമല്ല. ഇതേ കണ്ണ്, ഇതേ മൂക്ക്, ഇതേ ചുണ്ട്. നിങ്ങൾ അതുപോലെ വാർത്തു വെച്ചിരിക്കുക. ആർക്കും കണ്ണടച്ചോണ്ട് പറയാം അത് നിങ്ങളുടെ മോനാണെന്ന്. മേനോൻ സാറേ, വേലിറക്കരുത്. ഇവിടെ വരുന്ന വേലക്കാരൻ ചെലപ്പനെവിടെ? അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും.
എല്ലാ കാര്യത്തിനും അവൻ സാക്ഷിയുമാണ്. അവൻ എവിടെ? വിളിക്കേ. അവൻ വീട്ടിൽ പോയി. ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി. നിങ്ങൾ നിങ്ങളുടെ മകനെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശമെന്നും എനിക്കറിയാം. താ കൂടുതൽ വർത്താനം പറയരുത്. തന്റെ പേര് ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മേനോൻ സാറേ, നിങ്ങളെക്കാൾ വലിയ മേനോന്മാരെ കണ്ടിട്ടുള്ളവനാണ് ഈ ഗോവിന്ദപിള്ള. കോടതി വരാന്തിയിൽ കുറെ കയറി ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലും വിളി നടത്തി ജീവിച്ചവരാ ഞങ്ങൾ. സൂക്ഷിച്ചോ. പേടിപ്പിക്കുക. അങ്ങനെയാണ് നിങ്ങൾ വെച്ചോ. താ എന്ത് ചെയ്യും? അത് ഞാൻ അപ്പൊ കാണിച്ചു തരാം. സാറേ, ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ്. ഒരാഴ്ചക്ക് ഞാൻ കല്യാണം നടത്തിയില്ലെങ്കിൽ അത് ഞാൻ അപ്പൊ കാണിച്ചു തരാം. എന്താ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിവിടെ നിൽക്കണോ വേണ്ടയോ അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. 5:10 ടെലഗ്രാം കിട്ടിയ ഉടനെ പുറപ്പെട്ടതാ. എന്തോ അത്യാവശ്യമാണെന്ന് ഓർത്തത്. ഇനി 40 മിനിറ്റൂടെ ഉള്ളൂ. നീ വേഗം പോ. ഇവിടെ നിന്നാലേ ഈ തന്തയുടെ സഹവാസം കൊണ്ട് നീയും പിഴച്ചു പോകും. അച്ഛാ, ഇപ്പൊ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് കിട്ടും. നീ വെക്കോ. പെട്ടിയും കിടക്കാല എടുത്തോ. നമുക്കും പുറപ്പെടാം. ഇവിടെ ശരിയാവില്ല. വേണ്ട വേണ്ട, ഇവിടമേ ശരിയാവും. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ തനിനേരം കണ്ടുപിടിച്ചത്. ഞാൻ എന്ത് വേണമെന്നേ പറയണേ? തനിക്ക് എന്നേക്കാൾ വിശ്വാസം കണ്ടവൻ പറയണ വാക്കില അല്ലേ? പണ്ടാണെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വിശ്വസിച്ചേ പറ്റൂ. അതിന് തക്ക കാരണങ്ങളുമുണ്ട്. എന്നെ കെട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ പല കള്ളക്കളികളും കളിച്ചിട്ടുണ്ട്. അതൊക്കെ തെളിവ് സഹിതം പിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അതൊന്നുമല്ല. കാരണം എനിക്കറിയാം തനിക്ക് അവനെ കാണാണ്ട് ഉറക്കം വരില്ല. ആ ഗോപാലകൃഷ്ണൻ പഞ്ചപാവം പോലെ ശാസ്ത്രീയ സംഗീതം കേട്ടോണ്ട് ഇവിടെ ഇരിക്കും. ഒരു ബ്രഹ്മചാരി കയ്യിലിരിപ്പ് മുഴുവനും കൊളരാത്തതും. എന്നിട്ട് പഴി എനിക്കും അല്ലേ? നീ അങ്ങനെ വിഡ്ഢിയാക്കൊന്നും വേണ്ട. ഞാനും ചെറുതായി കണ്ടിട്ടുണ്ട്. കണ്ടെങ്കിലേ കണക്കായി പോയി. ഇനിയും കണ്ടെന്ന്